കുറച്ച് ദിവസമായിട്ട് വളരെ ഹെക്റ്റിക് ലൈഫായിരുന്നു കേട്ടോ. ഓൺലൈനും ഓഫ്ലൈനുമായിട്ടുള്ള പ്രൈവറ്റ് ക്ലാസ്സസും ഓഫ്ലൈൻ നോർമൽ ക്ലാസ്സസ് മാസ്റ്റർ ക്ലാസ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ ബിസി ലൈഫായിരുന്നു കേട്ടോ. ഒരുപാട് ഡിസ്പാച്ചിങ് ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ഡിലേ ആയിപ്പോയി. നമ്മളെ മെറ്റീരിയലൊക്കെ സെറ്റായിട്ടുണ്ട്. എൻ്റെ മക്കളെത്താത്തൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ 6 മണിക്ക് ജനശതാബ്ദി ട്രെയിനിൽ ഞാനും എൻ്റെ ഫ്രണ്ടും, അവൾക്കും അവിടെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, ട്രെയിനിൽ കയറി. എവിടെ പോയാലും ക്രോഷ്യ ഒഴിവാക്കിയിട്ടുള്ളൊരു പരിപാടി ഇല്ലല്ലോ. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമ്മളെ ട്രെയിൻ ഡിലേ ആവുന്നുണ്ടെന്ന്. ഇടപ്പള്ളിയിൽ കുറേ നേരം അങ്ങ് പിടിച്ചിട്ടു. പ്ലാറ്റ്ഫോം ആണോ എന്നും നോക്കിയില്ല, നമ്മുടെ അവിടെ ഇറങ്ങേണ്ടി വന്ന്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടോ, കാരണം നമ്മുടെ ഈ ലഗേജൊക്കെ വളരെ വെയിറ്റുള്ള യാൻസ് ഉള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിട്ടായിട്ടാലും സമയം ലേറ്റായി. 14 മിനിറ്റ് ലേറ്റായി ഞാൻ അവിടെ സ്ക്രോളിലെത്തുമ്പോൾ. പക്ഷെ ആരും ഒരു പരാതിയും പറയാതെ അവർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു വർക്കിംഗ്. ഇങ്ങനെ ഓരോരുത്തർ ബോ ഉണ്ടാക്കുന്നു, കീ ചെയിൻ ഉണ്ടാക്കുന്നു. മാഷാ അല്ലാ. ഞാൻ പറയും എൻ്റെ ക്ലാസ്സിൽ ഇതെൻ്റെ ഫേവറേറ്റ്, പക്ഷേ എന്നെ കൺഫ്യൂസ് ആക്കി എല്ലാ ക്ലാസ്സിലും എൻ്റെ ഫേവറേറ്റ് ആവുന്നു. ഒരു 12 മണിയായിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തെങ്കിലും രാവിലെ കഴിക്കാനായിട്ട്. അങ്ങനെ പിന്നെ രണ്ടാമത് എല്ലാ റിഫ്രഷ്മെൻറ്റ്സും ഒക്കെ കഴിഞ്ഞ് പിന്നെയും ക്ലാസ്സിലേക്ക് കയറി. എല്ലാവരും അടിപൊളിയായിട്ട് ചെന്നു. ഓരോ യാത്രയും നമുക്ക് ഓരോ എനർജിയും അതേപോലെ തന്നെ ഓരോ ലെസൺസും തരും. തൊട്ടടുത്ത് തന്നെ ആയിരുന്നു നമ്മുടെ സ്റ്റേ. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തുമ്പോഴത്തേക്കും ഫുള്ളി ടയേർഡായിട്ടായിരുന്നു കേട്ടോ. ഓക്കെ, ബൈ ബൈ.